എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ 2026 വിഷു ഫലം ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ ബിസിനസ് തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെയധികം പുരോഗതിയുള്ള ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. നിങ്ങൾക്കോ കുടുംബത്തിലുള്ള മറ്റ് ആർക്കെങ്കിലുമൊക്കെയോ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യത്തെ 6 മാസം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് ഈ 2026 വിഷു വർഷം. നല്ല സുഹൃത്ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. അതുപോലെ തന്നെ കാർഷിക സംബന്ധമായിട്ടോ ഭൂമിപരമായിട്ടോ ലാഭം കൊയ്യാനുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ 2026 വിഷു വർഷം. നല്ല സുഹൃത്ബന്ധങ്ങൾ കിട്ടാനും ആഗ്രഹിക്കുന്ന വിഷയം പഠിക്കുവാനും നല്ല ഗുരുക്കന്മാരെ കിട്ടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഇത്. കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. 6 മാസ കാലയളവ് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീനം കൂടുതൽ ഉള്ള സമയമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും. കുടുംബത്തോടൊപ്പം ക്ഷേത്ര ദർശനവും മറ്റ് ആരാധനാലയ ദർശനവും ഒക്കെ നടത്തുവാനുള്ള സാധ്യതയുണ്ട് ഈ 2026 വിഷു വർഷം ഈ ചിത്തിര നക്ഷത്രക്കാർക്ക്. പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു നക്ഷത്രമായിരുന്നു കുറച്ചു നാളായിട്ട് ചിത്തിര നക്ഷത്രം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വിഷു വർഷത്തിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിന് പറ്റിയ സമയമാണ്. നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം ഒക്കെ കിട്ടുവാൻ പറ്റിയ ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. ബിസിനസ്സിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീജനങ്ങൾക്ക് ശിരസ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിക്കൊണ്ട് വേണം മുൻപോട്ട് പോകാൻ. പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ കൈകാൽ കഴപ്പ്, പിന്നെ നെഞ്ചിൻ്റെ വലതുഭാഗത്തോ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തോ ഒക്കെ വേദന ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും അതിനുള്ള ചികിത്സകൾ നടത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യുന്നതാണ്. ദോഷപരിഹാരാർത്ഥം ശാസ്താവ്, വിഷ്ണുമായ, വേട്ടയ്ക്കൊരുമകൻ എന്നീ ദേവതകളെ നല്ല പോലെ ഭജിക്കുക. ഉയരങ്ങളിൽ ഇരിക്കുന്ന ശാസ്താ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ കുറച്ചു സമയം ഇരുന്ന് ഭസ്മാഭിഷേകത്തിന് കൊടുത്തോ സ്വന്തം കൈകൊണ്ടുള്ള മാല കെട്ടിക്കൊടുത്തോ ഒക്കെ നല്ല പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. നീലാഞ്ജനം കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. പറ്റുന്ന ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ദർശനം നടത്തുന്നതും ദർശനത്തിന് പോകുമ്പോൾ കുറച്ച് പൂവെങ്കിലും കൊണ്ടുപോകുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ദേവി ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുമ്പോൾ 108 ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നതും പൊങ്കാല അർപ്പിക്കുന്നതുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി ചിത്ര നക്ഷത്രത്തിന് നല്ല ഒരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ 2026 വിഷു വർഷം. എല്ലാ ചിത്ര നക്ഷത്രക്കാർക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.